കർണാടകയിൽ കോൺഗ്രസിന് മേൽക്കൈ നൽകി എക്സിറ്റ് പോളുകൾ 12 എക്സിറ്റ് പോളുകളിൽ 9 കോൺഗ്രസിന് മുൻതൂക്കം പ്രവചിക്കുന്നു. 3 ബിജെപിക്കും. എന്നാൽ ഭൂരിപക്ഷം പ്രവചനങ്ങളും ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം നൽകുന്നില്ല. ഭൂരിപക്ഷം സർവേകളും 20നും 30നും ഇടയിൽ സീറ്റുകൾ പ്രവചിക്കുന്ന കുമാരസ്വാമി കിങ് മേക്കർ ആവുവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. 224 അംഗ നിയമസഭയിൽ 113 മാജിക് നമ്പർ. കേവല ഭൂരിപക്ഷം നേടിയില്ലെങ്കിലും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നാണ് കൂടുതൽ ഏജൻസികളും പറയുന്നത്. ആകെയുള്ള 12 സർവേകളിൽ 9 കോൺഗ്രസും 3 ബിജെപിക്കും മേൽക്കൈ പ്രഖ്യാപിച്ചു. 122 മുതൽ 140 വരെ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. ബിജെപി 62 മുതൽ 80 വരെയും JDS 20 മുതൽ 25 വരെയുമാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലം. കോൺഗ്രസിന് 94 മുതൽ 108 സീറ്റ് വരെയും ബിജെപിക്ക് 85 മുതൽ 100 സീറ്റ് വരെയും JDSന് 24 മുതൽ 32 സീറ്റ് വരെയും ലഭിക്കുമെന്നാണ് റിപ്പബ്ലിക് TV മാർക്യൂ പ്രവചനം. സി ന്യൂസ് മെട്രിക്സ് പ്രവചന പ്രകാരം കോൺഗ്രസിന് 103 മുതൽ 118 സീറ്റ് വരെയും ബിജെപിക്ക് 79 സീറ്റ് മുതൽ 94 സീറ്റും JDSന് 25 മുതൽ 33 സീറ്റ് വരെയും ലഭിക്കും. ടൈംസ് നൗ ETG സർവേ കോൺഗ്രസിന് 113ഉം ബിജെപിക്ക് 85ഉം JDSന് 23 വരെയും ലഭിക്കുമെന്ന് പറയുന്നു. ഇതിനു പുറമെ സൗത്ത് ഫസ്റ്റ് എക്സിറ്റ് പോൾ, TV9, സി വോട്ടർ, പോൾസ്റ്റാറ്റ് സർവേ, ABP ന്യൂസ് സി വോട്ടർ എക്സിറ്റ് പോൾ, നവഭാരത്, ടൈംസ് നൗ ETG എന്നീ സർവേകൾ കോൺഗ്രസിനും ജൻ കി ബാത്ത്, ന്യൂസ് നേഷൻ CGS, രാജ്നീതി എന്നീ സർവേകൾ ബിജെപിക്കും മുൻതൂക്കം നൽകുന്നു. എന്നാൽ കോൺഗ്രസിനും ബിജെപിക്കും കേവല ഭൂരിപക്ഷമില്ലെങ്കിൽ JDS കിങ് മേക്കറാകുമെന്നും പല സർവേകളും പ്രവചിക്കുന്നു. മിക്ക എക്സിറ്റ് പോളുകളും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് പറയുമ്പോഴും കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ കർണാടകയും ഈ കാണുന്ന വിധാൻ സൗദയും വീണ്ടും രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയാകും. വിധാൻ സൗദയ്ക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ER രാഗേഷ്, ന്യൂസ് 18. മോദി ഫാക്ചർ കർണാടക തെരഞ്ഞെടുപ്പിൽ BJP വിചാരിച്ച തരത്തിൽ ഏറ്റില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. JDSുമായുള്ള സഖ്യസാധ്യതകൾ ആരായുകയാണ് പാർട്ടി. അതേസമയം എക്സിറ്റ് പോൾ പ്രവചനത്തെക്കാൾ സീറ്റുകൾ നേടാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പരീക്ഷണശാലയാണ് കർണാടകം. അതുകൊണ്ട് തന്നെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലെ വിജയം കോൺഗ്രസിനും BJPക്കും ഒരുപോലെ നിർണായകമാണ്. വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചാൽ അത് വരാനിരിക്കുന്ന മറ്റു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് കൂടുതൽ ഉത്സാഹം പകരും. എക്സിറ്റ് പോൾ ഫലങ്ങൾ മുൻതൂക്കം പ്രവചിക്കുമ്പോഴും അതിലും തിളക്കമാർന്ന വിജയമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ആരുമായും സഖ്യം ആവശ്യമില്ലെന്ന് തറപ്പിച്ചു പറയുന്ന കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ DK ശിവകുമാർ 149 സീറ്റുകൾ പാർട്ടി നേടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. My first reaction is I don't believe these numbers because all surveys are telling different numbers. I stand by my number. I will cross 146. There is no doubt in it. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമായാൽ പ്രതിസന്ധി മറികടക്കാനുള്ള ആലോചനകൾ BJPയിൽ സജീവമായി കഴിഞ്ഞു. JDSുമായി സഖ്യചർച്ചകൾ നടത്തുന്ന കാര്യം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് BS യെഡിയൂരപ്പ വ്യക്തമാക്കി. So that's why I am telling you that question of joining with the JDS at present does not arise. Let us see after the election result over, then we will take appropriate decision. Our national leadership is going to take decision. കർണാടകത്തിൽ തൂക്കുമന്ത്രിസഭയ്ക്കുള്ള സാധ്യതകളാണ് എക്സിറ്റ് പോളിൽ പ്രതിഫലിക്കുന്നത്. ആ സാഹചര്യത്തിൽ കോൺഗ്രസിനെ അധികാരത്തിന് പുറത്തു നിർത്താനുള്ള സർവ്വതന്ത്രങ്ങളും BJP പയറ്റുമെന്നുറപ്പ്. അങ്ങനെ വന്നാൽ വീണ്ടും രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയാകും കർണാടകം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം ഇത്തവണ മറികടന്നു. 72.67% ഇതുവരെ രേഖപ്പെടുത്തിയത്. പലയിടത്തും 6 മണി കഴിഞ്ഞും പോളിംഗ് തുടർന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക കണക്ക് വൈകുകയാണ്. കഴിഞ്ഞ തവണ 72.05% പോളിംഗ്. നോവായി വന്ദന. കൊല്ലം കൊട്ടാരക്കരയിൽ രോഗിയുടെ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദന ദാസിന്റെ മൃതദേഹം കോട്ടയത്തെ വീട്ടിൽ എത്തിച്ചു. ഇന്ന് പുലർച്ചെയാണ് സന്ദീപ് എന്നയാളുടെ ആക്രമണത്തിൽ 22-കാരിയായ വന്ദനദാസ് എന്ന ഡോക്ടറുടെ ദാരുണാന്ത്യം. ഡോക്ടർ വന്ദനയെ പ്രതി സന്ദീപ് പിന്തുടർന്ന് തുരുതുരെ കുത്തിയെന്ന് FIRൽ പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി G ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, മൃതദേഹം വസതിയിലേക്ക് എത്തിച്ചു. നിരവധി ആളുകളാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത്. എന്താണ് മറ്റു വിവരങ്ങൾ?
രാത്രി ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ഡോക്ടർ വന്ദനയുടെ മൃതദേഹം ഈ മാഞ്ഞൂരിലെ വീട്ടിൽ എത്തിച്ചത്. മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മൃതദേഹത്തിനൊപ്പം തന്നെ വന്ദനയുടെ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ തന്നെ ഈ ഒരു സമയത്താണ് വന്ദനയുടെ അച്ഛനും മോഹൻദാസും അമ്മ വസന്തകുമാരിയും ഉൾപ്പെടെ മൃതദേഹത്തിനൊപ്പമാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. ഏതാണ്ട് 8:30 മുതൽ തന്നെ ഇവിടെ പൊതുദർശനം ഈ വീട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളും നാട്ടുകാരും സഹപാഠികളും സുഹൃത്തുക്കളും ഒക്കെ ഈ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ മൃതദേഹം സൂക്ഷിക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ അറിയിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ 11 മണിക്ക് നടത്താമെന്നൊരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരുടെയും സൗകര്യം പരിഗണിച്ചുകൊണ്ട് 2 മണിക്ക് സംസ്കാരം നടത്തുക എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ പിന്നിൽ തന്നെയുള്ള ഭാഗത്താണ്, വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം. നേരത്തെ ആതിരയുടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും മൃതദേഹം മറവ് ചെയ്തെടുത്ത കല്ലറയുണ്ട്. അതിനോട് ചേർന്ന് തന്നെയായിരിക്കും ആതിരയ്ക്കും സംസ്കാരം, അന്ത്യവിശ്രമത്തിനുള്ള ഇടം ഒരുക്കുക. എന്തായാലും വളരെ വേദനയോടുകൂടിയാണ് ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ ഈ മൃതദേഹത്തെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനെ ഒരു നോക്ക് കാണാനായി എത്തിയത്. എന്തായാലും വളരെ വേദനയോടുകൂടി തന്നെ തുടരുന്നു. നാളെ സംസ്കാര ചടങ്ങിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്തെ നിരവധി മന്ത്രിമാർ തന്നെ ഈ സംസ്കാര ചടങ്ങിൽ നേരിട്ടെത്തി പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മന്ത്രി പി രാജീവ്, കെ എൻ ബാലഗോപാൽ, വി എൻ വാസവൻ, സ്പീക്കർ എൻ ഷംസീർ ഉൾപ്പെടെയുള്ളവർ എത്തും. പി പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് തന്നെ എത്തുകയും ചെയ്തിരുന്നു. BJP നേതാവും സിനിമാ താരവുമായ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരും എത്തുമെന്നുള്ള സൂചനകളുണ്ട്. എന്തായാലും വളരെ വേദനയോടുകൂടി നാട് കേട്ട ഒരു വേർപാടായിരുന്നു ഡോക്ടർ വന്ദനയുടേത്. അതേ നിലയിൽ തന്നെ അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഈ വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. പോലീസ് തന്നെയാണ് എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആതിരയുടെ വീടിൻ്റെ മുൻഭാഗം എറണാകുളത്തേക്കുള്ള പാതയാണ്. ആ പാതയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കുറുപ്പന്തറയിൽ നിന്നും മുട്ടുചിറ എത്തുന്ന നിലയിലേക്കാണ് വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടിരിക്കുന്നത്. ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. DIG B ശ്രീനിവാസ് ഉൾപ്പെടെയുള്ളവരും ഇവിടേക്ക് എത്തിയിരുന്നു. എന്തായാലും നിലവിൽ ഈ വീട്ടിൽ തന്നെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് അന്തിമോപചാരം. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം ഡോക്ടർ വന്ദനാദാസിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. ഡോക്ടർമാരുമായി നാളെ മുഖ്യമന്ത്രി ചർച്ച നടത്തും. രാവിലെ 10:30 മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ചർച്ച. ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധവും ശക്തമാണ്. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഹൗസ് സർജൻസ് ഡോക്ടർമാർ അതിശക്തമായ പ്രതിഷേധമാണ് നടത്തുന്നത്. ഈ വിഷയത്തെ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നതാണോ ഇപ്പോൾ സർക്കാരിന്റെ ലക്ഷ്യം? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആരോഗ്യരംഗത്തെ സംഘടനകളുമായി IMA ഉൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളുമായാണ് മുഖ്യമന്ത്രി നാളെ ചർച്ച നടത്തുന്നത്. രാവിലെ 10:30 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ചർച്ച നിശ്ചയിച്ചിട്ടുള്ളത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഈ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഡോക്ടർമാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ പല ഘട്ടങ്ങളിലും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. നിരവധി ആശുപത്രികളിൽ ഡോക്ടർമാർ അക്രമത്തിന് ഇരയാകുന്ന സാഹചര്യം. ഏറ്റവും ഒടുവിലാണ് ഡോക്ടർ വന്ദനയ്ക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നാളെ രാവിലെ 8 മണി വരെയുള്ള സമരം, അത് ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. ആശുപത്രികളുടെ പ്രവർത്തനത്തെ തന്നെയും അത് ബാധിക്കുന്ന നിലയിലാണ്. ഇത് പരിഹാരമുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതേസമയം പ്രതി സന്ദീപിനെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വൈകിട്ടാണ് പ്രതിയെ എത്തിച്ചത്. വൈദ്യപരിശോധന, പ്രാഥമികമായ വൈദ്യപരിശോധന നൽകിയിട്ടുണ്ട്. നാളെ വീണ്ടും വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. പ്രതിയുടെ മാനസികാരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്. അതിനുശേഷം ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോവുക. തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതെല്ലാം തന്നെയും നാളത്തെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാകും പോലീസ് തീരുമാനമെടുക്കുക. അഭിലാഷ്, വിശദാംശങ്ങളാണ് VV വിനോദ് നൽകിയത്.
യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഡോക്ടർമാരെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ആശുപത്രികൾ അടച്ചുപൂട്ടണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഡോക്ടറുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്നും ഉത്തരവാദി സർക്കാരാണ് എന്നും കോടതി വിമർശിച്ചു. കൊട്ടാരക്കര 1ാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സംഭവസ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. നാളെ രാവിലെ 10 മണിക്ക് വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തിയ ഹൈക്കോടതി സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഡോക്ടറുടെ ദാരുണ മരണം വലിയ ദുരന്തമാണെന്നും ഡോക്ടർമാരെ സംരക്ഷിക്കാനാകുന്നില്ലെങ്കിൽ ആശുപത്രികൾ അടച്ചുപൂട്ടാമെന്നും കോടതി പറഞ്ഞു. ഡോക്ടറുടെ ജീവൻ രക്ഷിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. പോലീസിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നില്ലേ എന്ന് കോടതി ചോദിച്ചു. പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ എന്ത് സുരക്ഷയാണുള്ളത്? ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട പ്രാഥമിക ചുമതല പോലീസിനില്ലേ? ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ വികാരപരമായി മാത്രമേ കോടതിക്ക് ഇടപെടാനാകൂ. പോലീസ് ജാഗ്രതയോടെ ഇരിക്കണം. ഇത്തരം സംഭവങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ പോലീസിന്റെ ആവശ്യമില്ല എന്നും കോടതി കുറ്റപ്പെടുത്തി. ഡോക്ടർമാരുടെ സമരത്തെ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയെ ചേർത്ത് നാളെ വിശദമായ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിച്ചു. DGP നാളെ ഓൺലൈനായി കോടതി നടപടികളിൽ പങ്കെടുക്കണം. ആക്രമണം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്നും അക്കാര്യം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. കൊട്ടാരക്കര 1ാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സംഭവസ്ഥലം സന്ദർശിച്ച് നാളേക്കകം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. കേസ് ഹൈക്കോടതി വീണ്ടും നാളെ പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. അക്രമം ഉണ്ടായപ്പോൾ ഡോക്ടർ ഭയന്നെന്നും ഡോക്ടർ പരിചയസമ്പന്നയായിരുന്നില്ല എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതിനാൽ ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുമാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. അവിടെ ഒരു CMO ഉണ്ടായിരുന്നു, മറ്റു ആരോഗ്യ പ്രവർത്തകർ ഉണ്ടായിരുന്നു. പിന്നെ ഈ മോൾ ഒരു ഹൗസ് സർജനാണ്, അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഭയന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അവരിൽ നിന്ന് അറിയിച്ചിട്ടുള്ള ഒരു വിവരം. അല്ല, വളരെ നിഷ്ഠൂരമാണ്. കാരണം ആ മോൾ ഓടാൻ കഴിയാതെ, ചിലപ്പോൾ പേടിച്ചു പോകുമ്പോൾ നമ്മൾ ഒരാൾ സ്റ്റക്കായി പോകുന്നൊരു സാധ്യത. ആ മോൾ ഓടാൻ കഴിയാതെ അവിടെ വീണുപോയി ആക്രമിക്കപ്പെട്ടു എന്നാണ് ഞാൻ കേട്ടത്. മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ വിമർശനം രൂക്ഷമാണ്. ഡോക്ടർമാർ കരാട്ടെ പഠിക്കണമോ എന്നായിരുന്നു ആരോഗ്യമന്ത്രി പറയുന്നത് എന്ന് VD സതീശൻ ചോദിച്ചു. എന്നാ പിന്നെ ഇനി ഡോക്ടർമാരോടുകൂടി ഈ ആരോഗ്യമന്ത്രി എന്തും പറയും. ആരോഗ്യമന്ത്രിയുടെ അടുത്ത പ്രസ്താവന എല്ലാവരും കരാട്ടെ പഠിക്കണം, കളരിക്ക് പോകണമെന്ന്, കളരി കൂടി പഠിക്കണമെന്ന് പറയായിരുന്നു നമ്മുടെ ഭാഗ്യം. എങ്ങനെയാണ് ഒരു ഡോക്ടർ MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസിയും കഴിഞ്ഞ് വരുന്ന ഡോക്ടർക്ക് എന്താ കരാട്ടെ ക്ലാസ് കൊടുക്കണ്ട? സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ട്. ഇത് ഹൗസ് സർജൻസിയാണ്. MBBSൽ മറ്റേ ട്രെയിനിങ് കൊടുക്കണ്ടേ? വേറെ ഫിസിക്കൽ ട്രെയിനിങ് സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് മരിച്ചു പോയത്. ബെസ്റ്റ്. ഇതിനേക്കാളും നല്ല എക്സ്പ്ലനേഷൻ പറയില്ല പറയാൻ. മന്ത്രി പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. അനുഭവമില്ലാത്തവരെ എന്തിനാണ് കാഷ്വാലിറ്റിയിൽ ഇരുത്തുന്നത് എന്ന് പ്രതിഷേധക്കാർ ചോദിച്ചു. ദുബായ് മെട്രോ റെഡ് ലൈനിൽ സർവീസ് തടസ്സപ്പെട്ടു. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ജിജിഗോ സ്റ്റേഷനിലാണ് സർവീസ് തടസ്സപ്പെട്ടത്. ജിജിഗോ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം 1-ലാണ് സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയത്. സെൻട്രൽ പോയിന്റിലേക്ക് മാത്രമുള്ള സർവീസുകളെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നും ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. സെൻട്രൽ പോയിന്റ് എക്സ്പോ 2020 മെട്രോ സ്റ്റേഷനുകളിലേക്ക് പോകുന്ന യാത്രക്കാർക്കായി ബസ്സുകളുടെ സേവനം ലഭ്യമാക്കിയതായും RTA അറിയിച്ചു. GCC താമസക്കാർക്കുള്ള എൻട്രി പെർമിറ്റ് നടപടികൾ കൂടുതൽ സുഗമമാക്കി ദുബായ് JDRFA വെബ്സൈറ്റ് വഴി മുൻകൂർ ഓൺലൈൻ എൻട്രി പെർമിറ്റ് സ്വന്തമാക്കാൻ GCC രാജ്യങ്ങളിലെ താമസക്കാർക്ക് കഴിയും. ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും മറ്റും UAE-യിലേക്ക് പതിവായി യാത്ര ചെയ്യുന്ന GCC നിവാസികൾക്ക് ഓൺലൈൻ എൻട്രി പെർമിറ്റ് ഗുണകരമാകും. GCC രാജ്യങ്ങളിൽ നിന്ന് UAE-യിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കുന്നതിനുള്ള നടപടികളാണ് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് കൈക്കൊള്ളുന്നത്. ഇതിന്റെ ഭാഗമായി യാത്രക്കാരുടെ നടപടിക്രമങ്ങൾ ലളിതമാക്കാൻ എൻട്രി പെർമിറ്റ് സേവനം ഓൺലൈനിലൂടെ ലഭ്യമാക്കുകയാണ് GDRFAD. www.gdrfad.gov.ae എന്ന വെബ്സൈറ്റ് വഴി GCC രാജ്യങ്ങളിലെ താമസക്കാർക്ക് എൻട്രി പെർമിറ്റ് മുൻകൂറായി സ്വന്തമാക്കാം. ഇത് എൻട്രി പോയിന്റുകളിലെ കാലതാമസം ഒഴിവാക്കാനും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള നടപടികൾ സുഗമമാക്കാനും സഹായിക്കും. പുതിയ സേവനം യാത്രക്കാർക്കും അധികാരികൾക്കും ഒരുപോലെ പ്രയോജനകരമാകുമെന്നും ദുബായ് GDRFAD വ്യക്തമാക്കുന്നു. എൻട്രി പോയിന്റുകളിൽ യാത്രക്കാരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനൊപ്പം എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാനും സാധിക്കും. വ്യക്തികൾ രാജ്യത്ത് എത്തുന്നതിനു മുമ്പ്
അവരുടെ യാത്രാവിവരങ്ങൾ പരിശോധിച്ച് സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കുന്നതിനും അധികാരികൾക്കാകും. ജോലി, വിനോദസഞ്ചാരം, മറ്റാവശ്യങ്ങൾ എന്നിവയ്ക്കായി രാജ്യത്തേക്ക് പതിവായി യാത്ര ചെയ്യുന്ന GCC നിവാസികൾക്ക് ഓൺലൈൻ എൻട്രി പെർമിറ്റ് ഏറെ ഗുണകരമാകും. യാത്രയ്ക്ക് മുമ്പായി പ്രവേശനാനുമതി ലഭിക്കുന്നതിന് ഈ പുതിയ സേവനം പ്രയോജനപ്പെടുത്താൻ GCC രാജ്യങ്ങളിലെ താമസക്കാർ ശ്രദ്ധിക്കണമെന്നും GDRFAD വ്യക്തമാക്കി. ന്യൂസ് 18 ദുബായ്. ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നാലെ കോട്ടയത്ത് നഴ്സിന് നേരെ കയ്യേറ്റം. കോട്ടയം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക നഴ്സ് നേഹ ജോണിനാണ് രോഗിയുടെ മർദ്ദനമേറ്റത്. കൈക്ക് ഒടിവ് സംഭവിച്ച നേഹ ചികിത്സയിലാണ്. ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് കുത്തിവയ്പ് എടുക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു മർദ്ദനം. AI ക്യാമറ വഴിയുള്ള പിഴ ഈടാക്കൽ അടുത്ത മാസം 5 മുതൽ. ഇന്ന് ചേർന്ന ഗതാഗത വകുപ്പിന്റെ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. നേരത്തെ മെയ് 20 മുതൽ പിഴ ഈടാക്കാനായിരുന്നു തീരുമാനം. അതേസമയം മാതാപിതാക്കൾക്കൊപ്പം കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഇളവ് നൽകുന്നതിൽ തീരുമാനമായില്ല. ഇക്കാര്യത്തിൽ സർക്കാർ നിയമോപദേശം തേടും. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.